Hello dear students, in this video we are going to discuss about resonance Raman scattering or RRS. So far in the earlier videos we have discussed about Raman spectroscopy. In those videos we were concerned about the stocks and antistocks and how they are formed and all those things. And whenever we discussed the Raman spectra, the basic thing when we discussed about the process that is occurring during the scattering, we mentioned about a virtual level. നമ്മൾ രാമൻ സ്പെക്ട്രയിൽ സ്കാറ്ററിംഗ് നടക്കുന്ന കേസ് പറഞ്ഞപ്പോൾ ഒരു വിർച്വൽ ലെവൽ ക്രിയേറ്റഡ് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വെൻ ദ മോളിക്യൂൾ ഇൻട്രാക്ട്സ് വിത്ത് ദ കറസ്പോണ്ടിങ് റേഡിയേഷൻ ഒരു വിർച്വൽ ലെവൽ ഫോം ചെയ്യുന്നുണ്ട്. ആ വിർച്വൽ ലെവലിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. വിർച്വൽ ലെവൽ ഒരു ഇമാജിനറി വിർച്വൽ സ്റ്റേറ്റ് ഒരു ഇമാജിനറി സ്റ്റേറ്റ് ആണ്. ഒരു റേഡിയേഷൻ തന്നെ എടുത്തു നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ തന്നെ എടുത്തു നോക്കുമ്പോഴോ യു വോണ്ട് ബി ഏബിൾ ടു സീ ദാറ്റ് പെർട്ടിക്കുലർ വിർച്വൽ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ഇമാജിനറി സ്റ്റേറ്റ്. ട്രാൻസിയൻ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ജനറേറ്റഡ് ആയി വരുന്ന ഒരു ഇമാജിനറി അല്ലെങ്കിൽ വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആയിരുന്നു നമ്മുടെ കറസ്പോണ്ടിങ് വിർച്വൽ സ്റ്റേറ്റ്. ആ വിർച്വൽ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനും അവിടുന്ന് തിരിച്ച് ഗ്രൗണ്ട് വൈബ്രേഷൻ ലെവലിലേക്കുള്ള ട്രാൻസിഷനുമായിരുന്നു നമ്മുടെ രാമൻ സ്പെക്ട്രയിൽ സ്കാറ്ററിംഗ് പ്രോസസ്സിലെല്ലാം കണ്ടിരുന്നത്. വിർച്വൽ സ്റ്റേറ്റിൽ നിന്ന് സെയിം വൈബ്രേഷൻ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ ദാറ്റ് വാസ് റെയിലേ സ്കാറ്ററിംഗ്. എനർജി ഹയറോ അല്ലെങ്കിൽ ലോവറോ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ യു ഹാഡ് ദി ആൻറ്റി സ്റ്റോക്സ് ആൻഡ് സ്റ്റോക്സ് lines correspondingly. So now we are going to discuss about resonance Raman scattering. Resonance Raman scattering there is no virtual state. Here the virtual state coincides with the real state of the system. നിങ്ങൾ റാമൻ സ്പെക്ട്ര ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓർ എക്സൈറ്റേഷൻ റേഡിയേഷൻ will be having energy tuned in such a way that the molecule will be excited to one of its molecular excited levels, higher electronic levels. റിയൽ ആയിട്ട് മോളിക്കുലർ സിസ്റ്റത്തിൽ കാണുന്ന ഒരു റിയൽ സ്റ്റേറ്റിലേക്കാണ് അവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. ദർ ഇസ് നോ വിർച്വൽ സ്റ്റേറ്റ്. ഒരു വിർച്വൽ സ്റ്റേറ്റ് ഇല്ല ഇവിടെ. സോ ഹിയർ when you irradiate the molecule with a radiation, scattering will occur. But here you cannot find the virtual state. Instead, the molecule will be going to, or the electrons will be moving to, the corresponding excited electronic state of a molecule. Excited electronic state like normal. So that electronic state is, and that state of the system is a real state. Virtual അല്ല, നിങ്ങൾ ആ മോളിക്യൂളിനെ മാത്രം എടുത്ത് നോക്കുമ്പോഴും അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ദാറ്റ് ഈസ് എ റിയൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. സോ ഹിയർ ദി റേഡിയേഷൻ ദാറ്റ് യു യൂസ് ടു excite the molecule or bring about the Raman scattering will be having energy equal to that of the energy difference between the two electronic states. റിയൽ സിസ്റ്റത്തിലെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും ആ കറസ്പോണ്ടിങ് റേഡിയേഷൻ്റെ എനർജി. സോ ഹിയർ the virtual state coincides with the real state of the system, and in that case we say there is resonance Raman effect. It will lead to resonance Raman effect. Here the annihilation of the photon and creation of scattered photon occurs simultaneously. They will be occurring simultaneously, and you have to use a tunable laser for this particular kind of experiments. ഒരു ട്യൂണബിൾ ലേസർ യൂസ് ചെയ്യണം. The laser should be able to
give out radiation which is exactly the same as that of the energy difference between the molecular energy states. മോളിക്യൂളിൻ്റെ രണ്ട് എനർജി സ്റ്റേറ്റ്സിൻ്റെ എനർജി ഡിഫറൻസിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കണം ആ ട്യൂണബിൾ ലേസറിൽ നിന്ന് പുറത്തു വരുന്ന എനർജി, എക്സൈറ്റേഷൻ റേഡിയേഷൻ എനർജി. Then only you can specifically take that molecule from one electronic level to the higher electronic level, which is the real state of the system. There is no virtual state. With the virtual state illa. So one of the most important thing regarding this particular resonance Raman scattering is that the intensity of resonance Raman scatter lines, the lines observed by resonance Raman scattering, will be very much intense than the normal Raman scattering lines or normal Raman lines. It will be having intensity 10 raised to 6 times higher than that of the normal Raman scatter lights. So the basic things here, the virtual state coincides with the real state, and we have to use a tunable laser so that we can get exactly the same energy difference between the lower and higher levels of the molecular system. And here the intensity of the resonance Raman scattered lines will be very much higher than the normal Raman scattered lines. It will be 10 raised to 6 times higher than the normal Raman scattered lines. So if the energy is equivalent to that of the energy difference between two energy levels of the molecule, real state le energy difference equivalent aanengil, we can say there is one more process that is possible to happen. ഒരു പ്രോസസ്സും സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ UV സ്പെക്ട്രോസ്കോപ്പിൽ പറയുന്ന ഒരു കാര്യം തന്നെ, ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ. ഇഫ് ദ എനർജി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ എനർജി ഡിഫറൻസ്, there can be absorption of the radiation or absorption of energy of the radiation. So രണ്ട് പ്രോസസ്സാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന് സ്കാറ്ററിംഗ് പ്രോസസ്സ്, ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് annihilation and generation of photon, which result in Raman lines. Raman lines ഉണ്ടാകാൻ കാരണമാകുന്ന. There also you will be finding Rayleigh anti-Stokes and Stokes, but the intensity will be enhanced to a certain higher extent. Another possibility is absorption of the radiation. That radiation can be absorbed. Raman lines കാണാതെ ഒരു portion will be absorbed by that particular molecule, and this absorbed energy will make the molecule to get to a excited level. Excited ലെവലിലേക്ക് വരുന്നു. ഈ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ അവിടെ വരുന്ന ലൈഫ് ടൈം വിൽ ബി വെരി മച്ച് ഡിഫറെൻറ്റ് ദാൻ ദാറ്റ് ഓഫ് ദി സ്കാറ്ററിങ്. സ്കാറ്ററിങ് നടക്കുമ്പോൾ വരുന്ന ലൈഫ് ടൈമിനെക്കാട്ടും വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും, വളരെയധികം ഹയർ ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ലൈഫ് ടൈം. സോ ദ മോളിക്യൂൾ വിൽ ട്രൈ ടു റിമെയിൻ ഇൻ എ ഹയർ excited state for a much more longer time if there is absorption, and absorbing the molecule can be coming to the lower states by two different pathways. One can be by transferring this energy to the lattice or transferring this energy to the neighboring molecules and all. Surrounding at latticeലുള്ള മോളിക്യൂൾസിന് കൊടുക്കാം, ഇപ്പം വാട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസിന് കൊടുക്കാം. അങ്ങനെ സറൗണ്ടിങ്സിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാം, ആൻഡ് ഹീറ്റിൻ്റെ ഫോമിലേക്ക് അത് ട്രാൻസ്മിറ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് ദ മോളിക്യൂൾ ക്യാൻ ഗിവ് ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ എനർജി, എക്സസ് എനർജി ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ റേഡിയേഷൻ. Or it can undergo fluorescence. Another pathway is fluorescence. So light and white interact ചെയ്യുമ്പോൾ there can be both scattering as well as absorption. If there is absorption, the energy can be, or the molecule can give out the energy as fluorescence, or by transferring the excess energy to the lattice and dissipation as energy, heat, and dissipate the energy as heat. ഇങ്ങനത്തെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. സ്കാറ്ററിങ് നമ്മൾ പറഞ്ഞ രാമൻ സ്കാറ്ററിങ് തന്നെ, മറ്റേത് നമ്മൾ പറഞ്ഞ
വേറെ പ്രോസസ്സുകൾ, നമുക്കറിയാവുന്ന വേറെ പ്രോസസ്സുകൾ, നോൺ റേഡിയേറ്റീവ് അല്ലെങ്കിൽ റേഡിയേറ്റീവ് ആയിട്ടുള്ള molecular transitions. So fluorescence can occur or the excess energy can be dissipated as heat to the lattice. And if you are using an excitation radiation of nu zero energy, the scattering actually depends, the corresponding frequency of scattering depends on the mu zero value. However, the fluorescence, the wavelength of the light or the frequency of the light that is emitted as fluorescence will be independent of mu zero. നിങ്ങൾ ഇറേഡിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമ്മുടെ റാമൻ സ്കാറ്റേർഡ് ലൈൻസിൻ്റെ ഫ്രീക്വൻസി. ബട്ട് ദ ഫ്ലൂറസെൻസ്, the light that we observe as fluorescence will be having different energy and it will be independent of the corresponding excitation radiation. So that is some basic things regarding what happens to a molecule when you irradiate that with a tunable laser which emit radiation which is equal to that of the energy difference in that particular molecule. So resonance Raman scattering resonance നടക്കുന്നുണ്ട്, resonance between the energy difference and the radiation that we are using, energy of radiation. So tunable lasers are used, enhancement in Raman lines will be observed, and this enhancement actually enable you to measure complex molecules and low concentration systems. വളരെ low concentration ആണെങ്കിലും enhanced ആയിട്ട് സിഗ്നൽ വരുമ്പോൾ you will be able to analyze that sample easily, and it is actually very much useful in biology and environment monitoring. Aerosols measure ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, pollutants measure ചെയ്യാൻ യൂസ് ചെയ്യാം, and in the case of biomoleculesനകത്ത് നമുക്ക് ലേബലിംഗിന് യൂസ് ചെയ്യാം. ലേബലിംഗ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തെ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് ആൻഡ് ഇൻറ്റൻസിറ്റീസ് വിൽ ബി ചേഞ്ചിങ്, ആൻഡ് ബൈ ദാറ്റ് വേ നമുക്ക് ബയോളജിക്കൽ പ്രോസസ്സസ് അനലൈസ് ചെയ്യാൻ പറ്റും, ആൻഡ് വി ക്യാൻ ഗെറ്റ് ഐഡിയാസ് റിഗാർഡിംഗ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ബയോളജിക്കൽ സിസ്റ്റം യൂസിങ് this resonance Raman scattering concept. And that is the basic thing regarding resonance Raman scattering. In addition to that, you can see here the Stokes scheme for the corresponding transitions that can occur during resonance Raman scattering. So in the ground state you can see the corresponding vibration levels in a ground electronic state. This is the ground electronic state, and within that electronic state you can see different vibration levels, and here you can see the vibration levels in an excited electronic state. So during this resonance Raman scattering, what happens is that, so these are the real states of a molecule. ഒരു മോളിക്യൂളിന്റെ റിയൽ സ്റ്റേറ്റ്സ് ആണ് ഈ ലോവറും ഹയറും ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ്, അതിനകത്തെ വൈബ്രേഷണൽ സ്റ്റേറ്റ്സും റിയൽ സ്റ്റേറ്റ്സ് ആണ്. ഒരു ട്രാൻസിഷൻ നടക്കുന്നത് റെസൊണൻസ് റാമൻ സ്കാറ്ററിംഗിന്റെ കേസിൽ ഈ റിയൽ സ്റ്റേറ്റ്സ് തമ്മിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ദാറ്റ് ഈസ് റാമൻ സ്കാറ്ററിംഗിന്റെ കേസിൽ ഒരു വിർച്വൽ ലെവൽ ഫോം ചെയ്തിട്ട് ആ ലെവലിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് വൈബ്രേഷൻ ലെവലും തമ്മിലായിരുന്നു ട്രാൻസിഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു റിയൽ മോളിക്കുലർ സ്റ്റേറ്റിലേക്ക് തന്നെയാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അതൊരു റിയൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു മോളിക്യൂള് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ഐഗൺ ഫങ്ഷൻസ് ആയിട്ട് കിട്ടുന്ന സ്റ്റേറ്റ്സ് ഒക്കെ തന്നെയാണത്. സോ when you have the scattering process occurring, you can see three different lines: Stokes, Rayleigh and anti-Stokes. ഇങ്ങനെ മൂന്ന് ലൈൻസ് ഉണ്ടാവും. സ്റ്റോക്സ് നമ്മൾ പറഞ്ഞ പോലെ ലോവർ വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഇലക്ട്രോണിക് ലെവലിലെ വൈബ്രേഷൻ ലെവലിലേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ it will be going to a higher vibration level. So the emitted radiation will be having lower energy than the excitation radiation. Rayleigh will be having the same energy, and anti-Stokes in the case the emitted radiation will be having higher energy. And since this particular thing is happening between the real molecular states,
the intensity will be enhanced. Reference Raman scattering ആയതുകൊണ്ട് ഇവിടെ intensity വളരെയധികം enhanced ആയിട്ടായിരിക്കും. You will be observing for Stokes as well as anti-Stokes. നമുക്ക് analysisന് വളരെ useful ആയിരിക്കും. And here you can see pre-resonance scattering. Pre-resonance scattering. So here the excitation radiation is not exactly the same as that of the energy level. Energy level in the difference is exactly same alla. It just approaches an excited electronic state of the molecule. Just approaches one of the levels in the excited electronic state of the molecule. And here you can see the resonance fluorescence. Here you are exciting the molecule, and exciting is higher vibration level. After some time it will be coming to the lowest vibration level of the excited electronic state, and later after some time it will be coming back to the ground vibration level. So this actually occurs within a time of 10 raised to minus 9, approximately 10 raised to minus 9 to 10 raised to minus 12 seconds this particular process നടക്കുന്നത്. And the photon will be absorbed and emitted, and ഇത് നമ്മുടെ സ്റ്റോക്സും ആന്റിസ്റ്റോക്സും അല്ലെങ്കിൽ Raman resonance scattering നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന resonance Raman scattering നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന simultaneous annihilation and generation of photon in the case of RRS. Simultaneous annihilation and generation of photon in the case of RRS, but in the case of resonance fluorescence there is simultaneous ആയിട്ടല്ല നടക്കുന്നത്. First there is absorption, after some time only you can see the fluorescence. In many cases the energy will be same as that of the incident radiation. In some cases the energy of the emitted radiation, the energy of the emitted radiation will be less than that of the radiation that you use for excitation. And coming to resonance fluorescence, here the excitation to a discrete vibrational rotation level of a excited electronic state, which after a finite time interval fluoresces returning to the molecule to the ground state, termed as resonance fluorescence. So here ഇവിടെ നമ്മൾ represent ചെയ്തിരിക്കുന്ന ഒരു particular ലെവലിലേക്ക് പോയി തിരിച്ചു വരുന്നു. h nu 0 രണ്ടും സെയിം ആയിട്ടാണ്. There is no condition that it should be h nu 0 should be equal to h nu 0 അല്ലെങ്കിൽ excitedum emitted same ആകണം എന്ന് നമുക്ക് പറയത്തില്ല. Some cases the excitation radiation can be taking the molecule to a higher vibration level of the first excitation level. Then it will be coming back to the lowest vibration level by vibration relaxation, and then you can see the fluorescence. So usually this resonance fluorescence will be observed in gaseous phase. Otherwise നമ്മൾ ലിക്വിഡ്സോ അല്ലെങ്കിൽ സോളിഡ്സ് എടുക്കുകയാണെങ്കിൽ ലാറ്റിസിലേക്ക് നമ്മുടെ ഹീറ്റ് ഡിസിപ്പേഷൻ നടന്ന് can be coming back to the ground state by non-radiative decay processes. So this is the basic thing regarding the resonance fluorescence. Resonance fluorescence, in many cases the excitation radiation and the emitted radiation will be having same energy. In some cases it will be different. Emitted radiation will be having lesser energy when compared to the excitation radiation. So here you will be using a tunable laser which will take the molecule to a higher electronic state, which will be returning back to the ground state within a time of 10 raised to minus 9 to 10 raised to minus 12 seconds. And this is actually used, resonance fluorescence is actually used for detection of small quantities of atoms, and specifically studying chemical kinetics and all. Chemical kinetics studies lakkeyana main aayittu use cheyyunnathu. So in resonance fluorescence, excitation to a discrete vibrational rotational level of an electronic state happens, after which after some time, after a finite time interval, it fluoresces back, returning the molecule to the ground electronic state. So basic ആയിട്ട് ഫ്ലൂറോസെൻസിന്റെ കാര്യം നമ്മൾ പറയുന്നത് തന്നെ, ഫ്ലൂറോസെൻസിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത് തന്നെ S0 to S1 സ്റ്റേറ്റിലേക്ക് പോകുന്നു, തിരിച്ച് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവൽ കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ആ ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നത്. But the problem regarding the resonance fluorescence is that
This actually interferes the Raman analysis. നമ്മൾ Raman analysis ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ normal Raman analysis കാര്യം പറയുമ്പോൾ this actually interferes with many of the analysis. നമ്മൾ കൺസിഡർ ചെയ്യുന്ന Raman സ്പെക്ട്രയ്ക്കകത്ത് പലതിനകത്തും ഇന്റർഫിയറൻസ് ആയിട്ട് ഒരു fluorescence വരുന്നുണ്ട്. That is one of the disadvantage of this resonance fluorescence, but it has its own advantage, such as it is enabling us to determine the molecules and various atoms at a very lower concentrations. Small quantities were determined ചെയ്യാനുള്ള possibility will be getting when we make use of resonance fluorescence. So basic things regarding resonance Raman scattering and resonance fluorescence. So the basic thing is you do not have a virtual state when you talk about resonance Raman scattering. You have a real state of the system. Real state of the system. Real molecular state ആണ് നിങ്ങൾക്കുള്ളത്. ആ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ മാത്രമാണ് നടക്കുന്നത്. So you have to forget about the virtual state when you are talking about resonance Raman scattering. And the second thing is you will be using a tunable laser whose frequency can be tuned such a way that the frequency will be equal to, or the energy will be equal to, that of the energy difference in a particular molecular systems. So that's all regarding the resonance Raman scattering and resonance fluorescence. Thank you.